പട്നയ്ക്കടുത്തുള്ള സരൺ ജില്ലയിലാണ് ഈ സോൻപൂർ മേള നടക്കുന്നത്. നമ്മൾ മേള നടക്കുന്ന ഇടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ രണ്ടു തരം മേള ഇവിടെ നടക്കുന്നുണ്ട് എന്ന കാര്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒന്ന്, ഈ തുണിത്തരങ്ങളും കുപ്പിവളകളും ഒക്കെ വിൽക്കുന്ന ഒരു പ്രദേശമാകെ ഒരു വലിയ ചന്ത. രണ്ടാമത്തേത് മൃഗങ്ങളെ, കന്നുകാലികളെ വിൽക്കുന്ന മറ്റൊരു ചന്ത. ആദ്യം നമ്മൾ കാണുന്നത് ഈ തുണിത്തരങ്ങളും മറ്റും വിൽക്കുന്ന ചന്തയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് വേഗം കന്നുകാലികളെ വിൽക്കുന്ന ചന്തയിലേക്കും പോകാം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കന്നുകാലി ചന്തയാണ് സോൻ മേള. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സോൻ മേള എന്ന പേര് ഓർമ്മയിലേക്ക് വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ആനച്ചന്തയെക്കുറിച്ചാകും. കാരണം കേരളത്തിൽ ഇന്നുള്ള നാട്ടാനകളിൽ ഭൂരിഭാഗവും ബീഹാറിൽ നിന്ന് എത്തിയ ആനകളാണ്. അതിൽ തന്നെ സോൻ മേളയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ആനകളാണ് കൂടുതലും. പക്ഷേ ഇന്നിപ്പോൾ നിരോധനം മൂലം ആനക്കച്ചവടം ഏതായാലും ഇവിടെയില്ല. പക്ഷേ കുതിരയടക്കമുള്ള ജീവികളുടെ കച്ചവടം ഇന്നും സജീവമായി सोन मेले നടക്കുന്നു. वो बछड़ी है, छकड़ी बछड़ी है, उसका कीमत 15 लाख रुपए है. 15 लाख? हाँ, 15 लाख. ये अभी संजाब का बच्चा है, मात्र 15 महीने का है. अभी ये भी छकड़ी बच्चा ही है, 15 महीने का. इसका कीमत 10 लाख रुपए है. ഇതുപോലൊരു കുതിരച്ചന്ത ഏതായാലും വടക്കൻ ഇന്ത്യയിലൊക്കെ സഞ്ചരിച്ചെങ്കിലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്ര വലിയ ഒരു പ്രദേശം ആകെ കുതിരകളെ കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. 100 കണക്കിന് കുതിരകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത്. സോൻപൂർ ചന്തയുടെ പഴയ ഓർമ്മകളുടെ ഒരു നിഴൽ മാത്രമാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കന്നുകാലി ചന്ത എന്ന് പറയുമ്പോൾ പണ്ട് ആന വരെ ഉണ്ടായിരുന്ന ഇടത്ത് ഇന്ന് സജീവമായി ഉള്ളത് ഈ കുതിര ചന്ത മാത്രമാണ്. നീല കണ്ണുകളോട് കൂടിയ ഒരു കുതിരയാണിത്. അതിൻ്റെ ഉടമസ്ഥനുണ്ട്. കുതിരച്ചന്തയ്ക്ക് പുറത്ത് കുതിരയെ വളർത്തുന്നവർക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ഈ വരിയിലാകെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലതരം പലഹാരങ്ങൾ വിൽക്കുന്ന കടകൾ ഇവിടെ നിരവധിയുണ്ട്. ഈ പലഹാരങ്ങളുടെ പേരെല്ലാം ഒന്നും എനിക്ക് അറിയില്ല. നമുക്ക് പരിചയമുള്ള മുറുക്ക് പോലെ, ജിലേബി പോലെ ചിലതുണ്ട്. ചിലതൊക്കെ ആദ്യമായാണ് നമ്മൾ കാണുന്നത്. അതിലൊന്നാണ് ഈ ചന്ദ്രന്റെ രൂപമുള്ള ഒരു പലഹാരം. അതിന്റെ പേരെന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കും. ചാന്ദ് മിഠായി. ഈ പലഹാരത്തിന് ഒരു ചാന്ദ് മിഠായി ആണ്. ഒരു മധുര പലഹാരമാണത്. ആഗ്രാപേട അടക്കമുള്ള മറ്റു പലഹാരങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നു. നാലാഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്നതാണ് സോൻപൂർ മേള. അതിൻ്റെ ആദ്യത്തെ ആഴ്ചയാണ്. അതുകൊണ്ട് കുതിരച്ചന്ത മാത്രമാണ് തൽക്കാലം ഇവിടെ സജീവമായി ഉള്ളത്.